ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതി വ്യാജമെന്നാണ് ജയസൂര്യയുടെ ആരോപണം. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, എപ്പോഴത്തേക്കാകും കേസ് പരിഗണിക്കുക? ുമ്പോൾ മാത്രമേ നമുക്ക് കേസ് പരിഗണിക്കുന്ന കൃത്യമായ ഒരു സമയം മനസ്സിലാക്കാൻ കഴിയൂ. നിലവിൽ നടൻ ജയസൂര്യയും നടൻ ബാബുരാജും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് ബാബുരാജിനെതിരെ കേസെടുത്തത്. ഷൂട്ടിങ്ങിനിടെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിലാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. നടിയുടെ പരാതിയിലുള്ളത് സാങ്കല്പിക കാര്യങ്ങളാണെന്നും 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്നും നടി പറയുന്നുണ്ട്. എന്നാൽ സിനിമ 2021 ഡിസംബറിൽ ഷൂട്ട് പൂർത്തിയായതാണ്. തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 10 വർഷമായിട്ടും പരാതി നൽകിയില്ല എന്നതിനും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. ദുരുദ്ദേശത്തോടെയാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും താനിപ്പോൾ ബിസിനസ് ആവശ്യാർത്ഥം വിദേശത്താണ് ഉള്ളതെന്നും 18-ന് താൻ തിരിച്ചെത്തുമെന്നാണ് ഈ ജാമ്യ ഹർജിയിൽ ജയസൂര്യ വ്യക്തമാക്കുന്നത്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ഒരു നടിയുടെ പരാതി. മറ്റൊരു നടി നൽകിയ പരാതിയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. ഈ രണ്ട് പരാതിയിലാണ് ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ആ കേസിനകത്താണ് മുൻകൂർ ജാമ്യം തേടി ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി നിതിൻ, ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.